ഗൈസ് വെൽക്കം വണക്കം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധറിൻ്റെയും ഒരു ഡിവോഴ്സ് കേസ് പ്രചരിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയക്കകത്ത് കുറച്ചധികം ചാനലുകൾ അവരുടെ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ തലക്കെട്ടും വെച്ചുകൊണ്ട് അവർ ഡിവോഴ്സ് ആവുന്നു അല്ലെങ്കിൽ ആയി എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യം പ്രചരിപ്പിച്ചു. അന്ന് ആ ഒരു കാര്യത്തിന് അതൊരു ഫാൾസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ അതിനെക്കുറിച്ച് നാട്ടിലില്ല, ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ അക്കാര്യം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് റിയാക്ട് ചെയ്ത എൻ്റെ വീഡിയോ അദ്ദേഹം കണ്ടതിന് ശേഷം അദ്ദേഹം എൻ്റെ കമൻറ്റ് ബോക്സിലിട്ടൊരു കമൻറ്റാണ്, താങ്ക് യു ഫോർ ദ റെസ്പോൺസ് ആൻഡ് ഓൾ കൈൻഡ് വേർഡ്സ് ഓഫ് സപ്പോർട്ട്. ഇത് അദ്ദേഹം ഇട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, സംസാരിച്ചു. വളരെ നല്ലൊരു മനുഷ്യൻ. ആ ചേച്ചി സംസാരിച്ചു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനും. കാരണം നമ്മൾ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് അവർക്കതൊരു സന്തോഷമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിന് എനിക്കും വളരെ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അത് കൂടുതലും അന്ന് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാം അല്ലെങ്കിൽ പ്രേക്ഷകർ മൊത്തം ഇവരെ അനുകൂലിച്ച് തന്നെയാണ് ചെയ്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു ഡിവോഴ്സ് കഴിഞ്ഞാൽ അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളൊരു പങ്കാളിയുമായിട്ട് ജീവിക്കുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അതെന്തും ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം 2 പേർക്ക് 2 ജീവിതങ്ങളുണ്ട്. അവരവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താം എന്നുള്ള രീതിയിൽ ഇരിക്കെ, അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്കിരിക്കണമെന്നാൽ നിങ്ങൾ ആരെങ്കിലും പറയും? അതോ ഡിവോഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരാണെന്ന് നിങ്ങൾ പറയും? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കാണുന്നവർ ആരും പറയത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നമ്മളിപ്പോൾ അദ്ദേഹത്തിന് കാണുന്ന അദ്ദേഹത്തിന് നീണ്ട താടി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഞാൻ വഴിയെ പറയാം. അദ്ദേഹത്തിൻ്റെ നീണ്ട താടി, അദ്ദേഹത്തിൻ്റെ ഈ രോമം മൊത്തം വെളുത്തിരിക്കുന്നു, ഇതാണ് പ്രശ്നം. വേറെ ഇങ്ങനെ ഭയങ്കര മോശമായ പദപ്രയോഗങ്ങൾ. എല്ലാ മനുഷ്യരും പ്രായം കൂടുന്ന സമയത്ത് പ്രായത്തിൻ്റെ ആധിക്യത്തിൽ കൗമാരവും യൗവനവും അതുപോലെ തന്നെ വാർദ്ധക്യവും നാം കടന്നു വരും. അതിന് നമ്മൾ കളർ അടിച്ചിട്ട് നമ്മൾ വെളുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അത് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു ഫിലോസഫിയിലേക്ക് വരാം. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. നിങ്ങൾ പറയണം, നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ടാവും, മറ്റൊരു ജീവിത പങ്കാളി കണ്ടെത്തിയിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ ഒരുപാട് സാമൂഹികമായിട്ടുള്ള ആക്രമങ്ങൾ, ഈ നല്ലവരെന്ന് പറയുന്ന സദാചാരവാദികളുടെ അവരുടെ കുൽസിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം പകൽ മാന്യന്മാർ ഭയങ്കരമായിട്ട് നിങ്ങളെ കുറ്റം പറയുകയും രാത്രി നിങ്ങളുടെ ഡോറിൽ തട്ടുന്ന പരിപാടി ഉണ്ടാവും. ഈ ഒരു പരിപാടി നിങ്ങൾ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അതാ ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്തിൽ കടന്നു പോകുന്നു. അതുപോലെ പ്രായം എന്നുള്ളൊരു ഘടകം. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ജീവിതമുള്ളൂ, എനിക്കൊരു ജീവിതമുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. ഞാനത് പറയുള്ളൂ. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന നമ്മുടേതായിട്ടുള്ള ചില സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ, നമുക്ക് ഇദ്ദേഹം വളരെ അന്ന് അവരെ മോശമായി പറഞ്ഞവർക്കെല്ലാം 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്നുള്ള കാര്യം അവർ തന്നെ പറയട്ടെ, നമുക്ക് കേൾക്കാം. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോൾ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഒരു ലോയറാണ്. അദ്ദേഹം ലോയർ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഡോക്ടറേറ്റുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ, അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു സംഭവം, ആ ഓരോ കാര്യങ്ങളും ഞാൻ സത്യം പറഞ്ഞ കണ്ടെത്തിയപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞ സമയത്ത് നമുക്കൊക്കെ ഒരു സാധാരണ 4-5 ഡിഗ്രിയൊക്കെ വരെ കേൾക്കുമ്പോഴും ഞെട്ടും. ഇത് അതുമല്ല, അതൊന്നും കടന്നു പോയിട്ട് അത്രത്തോളം വളരെ ഉയരത്തിൽ നിൽക്കുന്ന ബോധമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ വ്യക്തിയൊക്കെ പോയിട്ട് അയാളുടെ ലൈഫിൻ്റെ അകത്ത് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ഈ ഊളത്തരങ്ങൾ കാണിച്ച ആൾക്കാർ ചിന്തിക്കണം, അയാളൊരു അഡ്വക്കേറ്റും കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ആണ്. അപ്പം പുള്ളിക്കാരൻ അന്നേ പറഞ്ഞിരുന്നു, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാനത് പണി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പണി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഒന്നൊന്നായിട്ട് ഇപ്പൊ കിട്ടിക്കോളും. കേൾക്കാം. വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയെ അത് പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യുകയോ ഏതെങ്കിലും ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിമേഷൻ പറഞ്ഞു. നേരത്തെ IP നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. കേട്ടല്ലോ, എല്ലാത്തിനും തികഞ്ഞല്ലോ. പുള്ളിക്കാരൻ അരയും തലയും കെട്ടി മുറുക്കി കച്ചമുറക്കി അദ്ദേഹത്തിനെതിരെ അനാവശ്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്, പുള്ളി ചെയ്ത തെറ്റെന്താ? ദിവ്യ ശ്രീധറും അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലും ചെയ്ത തെറ്റെന്താ? അവർ വിവാഹം കഴിച്ചു. അവർ മുൻകാലങ്ങളിൽ ഓരോ പങ്കാളികളുണ്ടായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അത്ര പ്രശ്നങ്ങൾ നമ്മളത് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. അതിനുശേഷം അവർ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർ ഇപ്പം ആ ഒരു സ്ത്രീ അഥവാ ആ ഒരു ലേഡി, പുള്ളിക്കാരത്തി ആക്ട്രസും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം സീരിയൽ അടക്കം സിനിമ അടക്കം ഒരുപാട് ഇതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ സംസാരിച്ചതിൻ്റെ ആ ഫിലോസഫി, അദ്ദേഹത്തിനോട് ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്. അത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പലരും എന്നെ കളിയാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഈ ഒരു കളവനെയാണല്ലോ കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്നൊരു വാക്ക് അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. കാരണം അത് പുള്ളിയുടെ ഒരു സെൻസ് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, അയാളത് ബാധിക്കത്തില്ല. പക്ഷേ പുള്ളി പറയുന്നത് വെച്ചാൽ നമ്മുടെ സമൂഹം കാണുന്നൊരു രീതി,
നമ്മുടെ ഈ താടി, നരച്ച താടി അല്ലെങ്കിൽ തലമുടി എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര എനിക്കൊരു നമ്മൾ ആരാധന എന്ന് പറഞ്ഞാലല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം പുള്ളി എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ, ഈ പണ്ട് പുള്ളിയോട് ആരോ പറഞ്ഞ് നമ്മുടെ ഈ ഒരു പ്രായം കടന്നു പോയി കഴിയുമ്പോഴേ എല്ലാവരും താടിയും മുടിയൊക്കെ കറുപ്പിച്ച് ആ ഒരു യൗവനം അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു പരിപാടികൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനുണ്ടായിരുന്ന മാറ്റങ്ങളെ മറച്ച് നടക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരോ ഇൻഫ്ലുവൻസ് ചെയ്തു. ആ ഒരു തോട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കിടക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേണമെങ്കിൽ അദ്ദേഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 100% ഓറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലൊക്കെ കാണും. പുള്ളിക്കാരൻ്റെ ആ ഒരു ഫേസിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ഓറ നമുക്ക് കാണാൻ പറ്റും. ഓറ മീൻസ് വാട്ട്? ഞാനിപ്പോൾ പറഞ്ഞ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഓറ എന്ന് വെച്ചാൽ ഒരാളുടെ പ്രസൻസ് ആണ്, ആ ഒരു പേഴ്സണാലിറ്റിയാണ്, ആ ഒരു വ്യക്തിത്വം ആളുടെ ശരീരഭാഷയിലും മൊത്തത്തിൽ പ്രകടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നോക്കുമ്പോഴേക്കും ആ ഒരു താടിയും ഇതൊക്കെ ഒരു ഓറ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്, സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അറിയാതെ ആ നരച്ച താടിയും നരച്ച മുടിയും പിന്നെ ഇദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണെന്ന് അവർ നടക്കുകയോ നടത്താതിരിക്കുകയോ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്തിന് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അതൊക്കെ. എൻ്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഞങ്ങളെ കളി തുറന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ. അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല, കാരണം ആർക്കൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ്. ചെയ്തു എന്നുള്ള ആൾ അപ്പോൾ ഉറപ്പിച്ചിട്ടാണ് പുള്ളി. കാരണം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും നിയമത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു കാര്യം, എന്നാൽ ഇത് മുഴുവൻ ആൾക്കാർ, അതായത് ഏറെക്കുറെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സാധനം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം, നമുക്ക് ന്യൂസുകൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വയ്ക്കാം, പക്ഷേ നമ്മൾ ഒരിക്കലും അത് ഒരു വിഷയവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്തൊരു കാര്യങ്ങൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവച്ചിട്ട് ആൾക്കാരെ ചിലപ്പോൾ ഉള്ളടക്കം ആയിരിക്കത്തില്ല, വീഡിയോയിൽ അങ്ങനെ സംഭവം ആയിരിക്കത്തില്ല. പക്ഷേ ഇവിടെ ഇവർ കല്യാണം കഴിഞ്ഞ് അത് ഭയങ്കരമായിട്ട് കോലാഹലം, ചില ആൾക്കാർക്ക് ഇത് വേറെ ആരെയും കിട്ടിയില്ലെന്നൊക്കെ ഉള്ള ചോദ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പാസ്റ്റിനകത്ത് ആ ഒരു ലേഡിയാണ് ചിന്തിക്കേണ്ടത്, അവരുടെ എങ്ങനെയുള്ള പങ്കാളി വേണം, അങ്ങനെ ആ ഒരു പങ്കാളിയെ ആ ഒരു ലേഡി കണ്ടെത്തി. അതുപോലെ തന്നെ അദ്ദേഹം ചിന്തിക്കണം എനിക്ക് എങ്ങനെയുള്ള ഒരു പങ്കാളിയെ വേണം. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു ആപ്റ്റായിട്ടുള്ള പങ്കാളിയെ കണ്ടെത്തി. രണ്ട് വ്യക്തികളും തമ്മിൽ പരസ്പര പൂരകങ്ങളായിട്ട് ഒരുമിച്ച് ഇരുന്നുകൊണ്ട് അവരുടെ ലൈഫിനെ ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തീരുമാനം എടുക്കുന്നു. ഇതിൽ കൂടുതൽ ആരാ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുകയാണെ, നിങ്ങളുടെ ലൈഫിലൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നത് ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പറയുന്നതും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണോ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ബോധ്യത്തിൽ നിന്നുമായിരിക്കും എടുക്കുന്നത്? ഞാൻ എൻ്റെ കാര്യം പറയാം. കുറച്ചു കാലത്തിന് മുമ്പെങ്കിലും ചില സമയത്തെങ്കിലും നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ള സാധനം, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില പരിധി അങ്ങനെ ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ ഞാനൊരാളെ നോക്കാറില്ല. അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ കുറേ ആൾക്കാർ ഞാനെടുത്ത തീരുമാനത്തെക്കുറിച്ച് നീ അത് ചെയ്ത് ശരിയായി പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് പറയുക. കഴിഞ്ഞില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവദാസി പ്രഥ ഇനി തീർന്നിട്ടില്ല. കർണാടകയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു ദേവദാസി കല്യാണം നടക്കുന്നു. ഒരു പാവം കൊച്ചു പെണ്ണിനെ ഒരു കിളവന് കല്യാണം കഴിച്ചു. ഞങ്ങളുടെ വീഡിയോ യൂസ് ചെയ്യും, ഞങ്ങളുടെ കല്യാണ വീഡിയോ എടുത്തിട്ട് ദേവദാസി കല്യാണം ഇനി തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിന്റെ അസുഖമാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നു ഒരു കഥ അടിച്ചിറക്കുക. ദേവദാസി കല്യാണം മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെ തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം ഉള്ള കാര്യങ്ങളെല്ലാം ഇവർക്കെതിരെ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ അകത്ത് നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആർക്കും പറയാൻ പറ്റത്തില്ല നാളത്തെ ദിവസം എങ്ങനെയാണ്. ഞാൻ പല വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്, ആർക്കും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്താണ് നെക്സ്റ്റ് മൊമെൻറ്റിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. നാച്ചുറൽ കലാമിറ്റീസ് ആയിക്കോട്ടെ, മറ്റുള്ള പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, നമ്മൾ ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടല്ല അത് വരുന്നത്. അതൊക്കെ വരും. അതുപോലെ അവരുടെ ലൈഫിനകത്ത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ ഒരു ദാമ്പത്യത്തിൽ കടന്നുപോയ ആൾക്കാരെ അവരെ ജീവിക്കാൻ അനുവദിക്കുക, അല്ലേ? അത്രയേ ഉള്ളൂ, അനുവദിക്കുക. അല്ലാതെ നിങ്ങൾ അതിൻ്റെ പുറത്ത് പോയിട്ട് അവരെ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ല, അത് കേസ് കൊടുക്കുന്നത് ഞാൻ എന്തായാലും കൊടുക്കുന്നു. അതിൽ മാറ്റമൊന്നുമില്ല. അതിന്റെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആ ഡോക്യുമെന്റ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്യും. പോലീസിൽ ആദ്യം കംപ്ലൈന്റ് ഉണ്ടാവും, അതുകൂടാതെ കേസ് ചെയ്യും. കാരണം ഈ എന്തും എഴുതാം എന്നുള്ള ആ ഒരു തോന്നിയവാസം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആവും. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും റിയാക്ട് ചെയ്യാം. ഞങ്ങൾ എന്തായാലും റിയാക്ട് ചെയ്യും. സത്യമാണ്.
റിയാക്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു കാര്യത്തിന് അത് ആ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു അളവ് കൂടും. അവർ വീണ്ടും ഇത് തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാളുടെ ജീവിതത്തിന് മോശമായ രീതിയിൽ തുറന്നു കാട്ടപ്പെടുകയും അതിൽ നിന്നും അതിനകത്ത് എന്ത് തന്നെ ആണെങ്കിലും അതിൽ നിന്നൊരു സുഖം കണ്ടെത്തുകയും ചെയ്യുക. പിന്നെ ഇപ്പോൾ കമൻസ് ഇപ്പം എല്ലാ ആൾക്കാരെയും അല്ല, ഞാൻ ചില സ്ഥലങ്ങളിലെങ്കിലും പറയാം. ചില ആൾക്കാരെ, ഈ പ്രായം കൂടിയ ആൾക്കാരെ, അതുപോലെ തന്നെ ഇച്ചിരി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതോ അവശതയുള്ളതോ അല്ലെങ്കിൽ ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയതോ എന്താണോ ഈ വ്യക്തിക്ക് ഇല്ലാത്തത് ആ വ്യക്തിക്കുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ വെച്ചിട്ട് അവരങ്ങോട്ട് കൊല്ലാക്കൊല ചെയ്യും. നമ്മൾ ഈ ബോഡി ഷെയ്മിങ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇറക്കും. ആർക്കെങ്കിലും ഒരു ദുരന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കരയും. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ ഫേസ്ബുക്കിലോ മറ്റുള്ള ഏരിയകളിലോ ഇപ്പോൾ ഈവൻ യൂട്യൂബിൻ്റെ അകത്തായിക്കോട്ടെ ഇങ്ങനെയുള്ള സംഭവം ഇവരുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് പലതും ഇറങ്ങിയിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ്. എത്ര വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കാണ് അവരെ മോശമായ വാക്കുകൾ പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും ഇവരുടെ വീഡിയോ ഇട്ടതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും ചില കമൻറ്റുകൾ കണ്ടു. ആ കമൻറ്റുകളുടെ രസം കേൾക്കണം. അതായത് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നതാണ്. കാരണം ഈ കമൻറ്റ് ഇട്ട ആൾ ഇതിന് മുമ്പ് ഒരേ ഒരു വീഡിയോയിൽ മാത്രമേ കമൻറ്റ് ഇട്ടുള്ളൂ. ആകെപ്പാടെ ഇദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കല്യാണത്തിൻ്റെ അന്ന് നടന്ന കോൺട്രവേഴ്സി, അതിനുശേഷം ഈ ഡിവോഴ്സിൻ്റെ കോൺട്രവേഴ്സി, പിന്നെ ഇത് ആ 2ാമത്തെ വീഡിയോ ഞാൻ ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കമൻറ്റിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. കാരണം അവർ മുമ്പ് ഏതെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുള്ള എൻ്റെ ചാനൽ ഇട്ടിട്ടുള്ള ആളാണോ നോക്കിയപ്പോഴില്ല. അതിന് തൊട്ട് മുമ്പ് ഇവരിട്ടിങ്ങനെ കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ കല്യാണം നടന്ന സമയത്ത് മാത്രം ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കുന്ന കമൻറ്റുകളായിരുന്നു. അതായത് ഈ വിഷയങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരുടെ പുറകെ നടക്കുന്ന ഒരു ടീമുണ്ട്. അത് ഒരു അജണ്ടയാണ്. ഇദ്ദേഹത്തിൻ്റെ വൈഫിനെയും സമൂഹത്തിൻ്റെ മുമ്പിൽ ടാർണിഷ് ചെയ്തുകൊണ്ട് അനാവശ്യം പരത്തിക്കൊണ്ട് അവരെ മേൽ വ്യാജ പ്രചാരങ്ങൾ അടിച്ചിറക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരുടെ പുറകെ തന്നെ നടപ്പുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഇവർ തന്നെ അറിയുന്നവർ തന്നെയായിരിക്കാം. മേ ബി അവരുടെ പണ്ടത്തെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരോ മറ്റുള്ളവരോ, അല്ലെങ്കിൽ ഇവരെ നിരന്തരമായിട്ട് അറിയുന്ന ആൾക്കാരല്ല. പിന്നെ എന്തിനാണ് ഒരാളുടെ പുറകെ നടന്ന് അവരെ ആക്രമിക്കണം? പുറകെ നടന്ന് ആക്രമിക്കണമെങ്കിൽ ഒരു ഇന്റൻഷൻ, മസ്റ്റായിട്ടൊരു ഇന്റൻഷൻ ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്. ഇവരെ പുറകെ നടന്ന് ആക്രമിക്കാനും ഇവരെ പുറകെ നടന്ന് തേജോവധം ചെയ്യാനും ഒരു ടീം തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറയും. കാരണം ഞാൻ ആ കമൻസ് ഒക്കെ ഞാൻ പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഏതൊരു എവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചപ്പോൾ ഞാൻ പറയും ചെയ്തു ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബർക്കിൽ അറിയും. കാരണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നാളെ അവരുടെ ജീവിതം എന്താണെന്ന് എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അത് യൂട്യൂബേഴ്സിനെ അറിയുമെന്ന് പറയും. ഒരു ഗതികേടാണേ അവർ പറയേണ്ടി വരുന്ന അവരുടെ ഒരു ഗതികേടാണ്. ഇത് നമ്മൾ കേട്ട് ചിരിച്ച് തള്ളുന്നു, കാര്യങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ ഇവർ പൊതുമധ്യത്തിൽ വന്ന് ഇത് പറയുകയും പ്രതികരിക്കുകയും ഇതിന് കേസ് കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലീഗൽ ആക്ഷൻ എടുക്കും. പക്ഷേ ഇതിന് പോലും കഴിയാത്ത കുറേ ആൾക്കാർ സമൂഹത്തിൻ്റെ അകത്തുണ്ട്. കാരണം ചില ആൾക്കാർ ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം, നമ്മുടെ നാട്ടിൽ ഈ എല്ലാ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില അധോഗമനം, അതായത് കൂപമണ്ടൂകങ്ങൾ എന്ന് പറയുന്നില്ലേ, പൊട്ടക്കിണറ്റിനകത്തുള്ള തവളകൾ, അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ലൈഫുകളുടെ അകത്ത് കടന്നു കയറിപ്പോയിട്ട് അവരുടെ എന്ന് വെച്ചാൽ എന്താണ് കുറ്റം നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കി റിസർച്ച് ചെയ്ത് അവർ കുറ്റം. ഇവരുടെ കുറ്റം എന്താ? ഇവർ വിവാഹം കഴിച്ചു. ഇവരങ്ങനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെന്തിനാണ് ഈ പ്രായത്തിൽ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചത്? അതുപോലെ ഇദ്ദേഹം എന്തിനാണ് ഇവരെ വിവാഹം കഴിച്ചത്? ഇങ്ങനെ നരയുള്ള ഒരാളല്ലേ എന്നൊക്കെ. നര വരാത്തവരാണോ നിങ്ങളും ഞാനും ഒക്കെ? എൻ്റെ തലയിലൊക്കെ നര വന്ന് തുടങ്ങി. നിങ്ങളിൽ പല ആൾക്കാർക്ക് നര വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ, നല്ല കാര്യം. സോ പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ നരയ്ക്കും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് കളർ വേണമെങ്കിൽ അടിക്കാം, പെയിന്റ് അടിക്കുന്നത് പോലെ. അല്ലാതെ ആ സാധനം അവിടെ തന്നെ ഉണ്ട്, അത് മാറ്റമൊന്നും വരുന്നില്ല. വീണ്ടും ആ മുടി മാറുന്ന നോർമലായിട്ട് വീണ്ടും വളർന്നു കയറുമ്പോഴേക്കും ആ വെള്ളം വീണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ വീണ്ടും നമുക്ക് കളർ അടിക്കാം, അങ്ങനെ മാറ്റി നിർത്താം. പിന്നെ വേണമെങ്കിൽ ഇപ്പം സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ടോ ഉള്ള മെർക്കുറിയും ലെഡും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ലിപ്സ്റ്റിക്കായിട്ടും മുഖത്തിടുന്ന ക്രീമായിട്ടും ഒക്കെ ഇടുന്ന ആൾക്കാരാണ്. എനിക്കറിയത്തില്ല, ഞാനൊന്നും ഈ സാധനങ്ങളൊന്നും എനിക്ക് താല്പര്യമേ ഇല്ലാത്ത കേസുകളാണ്. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കറിയത്തൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ബോഡി പാർട്സിൻ്റെ അകത്ത് ഈ ഉള്ള കെമിക്കലെല്ലാം അടിച്ച് കയറ്റുന്നതിന് അടക്കം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകുന്നു. പ്രകടമായ മാറ്റത്തിൻ്റെ അകത്ത് എന്തുവാ ചെയ്യുന്നത്? ആ മുടി വെളുക്കുന്നു. അത് വെളുത്തോട്ടെന്ന് അയാൾ ചിന്തിക്കുന്നു. അദ്ദേഹത്തിന് പ്രശ്നമില്ല, ആ പാർട്ട്ണറിന് പ്രശ്നമില്ല, നമുക്ക് എന്താ പ്രശ്നം? ഈ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സർജറി ഉണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടക്കം കണ്ടാൽ അറിയാം. അവിടെ ഓരോ ദിവസം നോക്കുമ്പോഴേക്കും ഇന്നത്തെ ചുണ്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നാളത്തെ ചുണ്ടും ഇങ്ങനെ ഇരിക്കും. എന്തോ സംഭവം അറിയത്തില്ല. പിന്നെ മനുഷ്യൻ്റെ തലയോട്ടി പോലത്തെ രൂപങ്ങളാണ് ഇപ്പോൾ കൂടുതലും. ഈ സർജറി ചെയ്ത് മാറ്റുന്ന ഇതിനകത്ത് ഇവിടുത്തെ ഇത് മാറ്റി ഇവിടെ കുഴി ഉണ്ടാക്കാം,
ഇവിടുത്തെ ചുണ്ടിൻ്റെ ഈ സംഭവം ഒരു ഇപ്പോഴത്തെ ചിരി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ചിരികളാണ് രസം. ഇൻസ്റ്റാഗ്രാമിനകത്ത് മെയിൻ ചിരി ഞാൻ ഇപ്പോൾ കണ്ടത് എന്തുവാണ് ഇങ്ങനെ ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന സംഭവം, ഇതെന്തുവാ സംഭവം എനിക്ക് മനസ്സിലാവും. അറിയുന്നൊരു കമൻറ്റ് ചെയ്യേ, അതായത് ഒരുമാതിരിപ്പെട്ട ഈ മോഡൽസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെയൊക്കെ ചുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതെന്തുവാ. പണ്ട് ഞാനൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ കപ്പയും നമ്മുടെ മുളകൊക്കെ വെച്ചിങ്ങനെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഈ ചുണ്ടൊക്കെ തടിച്ച് വീഴ്ത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പം ഫോട്ടോ എടുക്കുന്ന സംഭവത്തിന് ഇങ്ങനെ വെച്ചേക്കും. ഇതെന്തോ ഇങ്ങനെ ചുണ്ട് തള്ളി പിടിച്ചിട്ട് എന്തോ അതിനകത്ത് കിട്ടുന്നത് അറിയത്തില്ല. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ചുണ്ടിനൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ചുണ്ടിനെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതാണ് ക്യൂട്ട്നെസ്സാണ്, അറിയില്ല കേട്ടോ. ഇവിടെ കുഴി ഉണ്ടാക്കുന്നു, പിന്നെ മൂക്കിനെ ഇവിടുത്തെ ഈ ഇരിക്കുന്ന മൂക്കിനെ നീട്ടി വയ്ക്കുന്നു, ഇങ്ങനെ വയ്ക്കുന്നു. ഇതോ എനിക്ക് എൻ്റെ മൂക്ക് നാച്ചുറലി ഇങ്ങനെയാണ്, ഇനി ഇതിനെ എങ്ങനെ മാറ്റണം എനിക്കറിയത്തില്ല. സൂചി മൂക്കാക്കണം, പിന്നെ ചിലർ ഇവിടെ ഇങ്ങനെ ആക്കുന്നു, ഇവിടെ ഇങ്ങനെ ആക്കുന്നു. എന്തുവാണ് ഈ മുഖത്ത് മൊത്തത്തിൽ ആകൃതി വ്യത്യാസം വരുത്തുക. എന്നിട്ട് നോക്കുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാം ഒരുമാതിരി മൂക്കിനെയൊക്കെ വെട്ടി ചെറുതാക്കി എന്തൊക്കെ ചെയ്തിട്ട് അവസാനം തലയോട്ടിയുടെ രൂപം മുഖത്ത് തന്നെ തലയോട്ടി അറിയാൻ പറ്റും. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്താണ്, അയാളുടെ ഒരു എന്താ പറയുക ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ്, ആ യുണീക്നെസ് ആണ്. ഓരോ വ്യക്തിക്ക് ഓരോ മുഖമാണ്, അത് യുണീക്കാണ്. ആ യുണീക്കായിട്ടുള്ള മുഖത്തിനെ പോലും വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തടിച്ച ചുണ്ട് ഇത് എന്തൊക്കെയോ ആക്കി മാറ്റിയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അതല്ലാതെ ഈ നാച്ചുറലായിട്ട് കിട്ടിയത് അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നമ്മുടെ ട്രില്യണേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ആളാണ് നമ്മുടെ മുകേഷ് അംബാനി. അദ്ദേഹത്തിൻ്റെ മകൾ, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഇതിൽ സൗന്ദര്യത്തിനുണ്ട്, ഇന്നേ വരെ ആ കുട്ടി മുഖത്ത് സൗന്ദര്യത്തിനുണ്ട് ഒരു സാധനം ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. സത്യമാണോ കള്ളമാണോ എന്തോ. ഒരു സെലിബ്രിറ്റി അല്ല ഇത്രയും വലിയ ടോപ്പായിട്ട് നിൽക്കുന്ന അവർക്ക് വേറെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ കേട്ട ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അങ്ങനെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വേറെയും കുറേ അധികം കമൻസ് വന്നിട്ടുണ്ട്, അവരങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല എന്ന്. എന്നാൽ മലയാളത്തിലെ ചില നടിമാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ ഫേസ് കറക്ഷനും സ്മൈൽ തെറാപ്പിയോ എന്തോ സാധനം, എനിക്ക് സ്മൈൽ തെറാപ്പിയാണോ സ്മൈൽ കറക്ഷനോ എന്താ എനിക്ക് ഇതിൻ്റെ ടേംസ് അറിയത്തില്ല കേട്ടോ. അറിയുന്നൊരു കമൻറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ നേച്ചറല്ല, ഞാനിന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഫോട്ടോക്കെ എങ്ങനെ തന്നെയാ, ഞാൻ പണ്ട് അല്ല ഞാൻ സോറി, ഞാൻ അന്ന് അഭിനയിക്കുന്ന സമയം മുതൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മുഖം കണ്ടില്ല. ഇതൊക്കെയാണ് ക്യൂട്ട്. അവർ നാച്ചുറലായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കുറ്റവും കണ്ടെത്തും. എന്തോ ഞാൻ ഈ കഫേ വൈബ് എന്ന് പറഞ്ഞൊരു ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ടോപ്പ് ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടാതെ കംപ്ലൈൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടാതെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അവർക്കിട്ട് പണി കൊടുത്ത എല്ലാവർക്കും നല്ല ഒന്നാം തരം പണി വരുന്നുണ്ട്. പൊന്നു മക്കളെ, നന്നായിട്ട് നീക്ക് വാങ്ങിച്ചോ, അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും ഇക്കാര്യത്തിനകത്ത് നമുക്കൊന്നും പറയാനൊന്നുമില്ല. ചെയ്തവന്മാർ അനുഭവിക്കട്ടെ എന്നുള്ളത് മാത്രം, ചെയ്തവരാരാണെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓരോ ലൈഫാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കുന്നില്ല. വളരെ പേഴ്സണലി സംസാരിച്ചു. കുറേയധികം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഭയങ്കര വിദ്യാഭ്യാസവും നല്ല വിവരമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ആ ലേഡിയും അവരെന്ത് നല്ല ഇതായിട്ട് ജീവിക്കുന്നു. അവർ വളരെ ഹാപ്പിയാണ് അവരുടെ ലൈഫിനകത്ത്. പിന്നെന്താ നമ്മുടെ പ്രശ്നം? സോ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അതിന് ആൻസർ ചെയ്യണം. ഒന്ന്, ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണമോ, അതോ നരയുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ലയോ, അതോ നര വന്നു കഴിഞ്ഞാൽ ദേഹം മൊത്തം ഇങ്ങനെ കറപ്പടിച്ച് നടക്കണമോ? നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം എടുക്കുന്നതാണോ, സമൂഹത്തിൻ്റെ പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുന്നതാണോ? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുഖം മാറ്റിയോ എന്തോ ചെയ്തവരാണെങ്കിലും ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ ചില കോലാഹലങ്ങൾ കണ്ടപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ആരെയും ഇൻസൾട്ട് ചെയ്യണമെന്ന് ഒരൊറ്റ ഉദ്ദേശം എനിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിലോ, നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിലോ, നിങ്ങൾ മുഖത്ത് ക്രീമോ മറ്റുള്ള പുരട്ടുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനതിനൊന്നും ഞാൻ പറയുന്ന ആളല്ല. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ പരിപാടികൾ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. അവരെക്കുറിച്ചാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ, ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്.